ഹലോ എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസംബർ മാസം തുടങ്ങാണ് അടുത്ത ആഴ്ച. അപ്പോൾ ഈ ആഴ്ച നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ നിങ്ങളുടെ ലവ് ലൈഫ്, ഈ രണ്ട് ആസ്പെക്റ്റുകളിൽ, ഈ രണ്ട് ഏരിയകളിൽ ഡിസംബർ മാസത്തിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ആ ഒരു രണ്ട് ഏരിയയിൽ കാണാൻ സാധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കരിയർ ആൻഡ് ലവ് ലൈഫിൽ ഈ ഡിസംബർ 2024 സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജനറൽ റീഡിംഗ് ആണത്. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഡിസംബർ 2024? ഓക്കെ, ഒരുപാട് മാറ്റങ്ങളുണ്ടായിരിക്കുമോ, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അപ്പം നോക്കുക. ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലവ് ലൈഫും നോക്കുന്നു. എന്നിട്ട് അതിലെന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഓക്കെ, ഈ കരിയർ റിലേറ്റഡ് ആയിട്ടും നിങ്ങളുടെ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡൻസും കൂടിയാണ് നൽകുന്നത്. പിന്നെ ലാസ്റ്റ് ക്യാപ്സ്യൂൾ ക്ലോസും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ റീഡിങ്ങിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് 24 hours ഉള്ളിൽ ഡെലിവർ ചെയ്യുന്ന റീഡിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ റീഡിങ്സ് ഇപ്പോൾ ബുക്കിംഗ് പോസിബിൾ അല്ല കേട്ടോ. ഞാനത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റീഡിങ് ഓൾറെഡി എനിക്ക് കുറച്ച് റീഡിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് എന്ന് തൊട്ടത് അവൈലബിൾ ആവുക എന്നുള്ളത് ഞാൻ എടുത്തു പറയാം. ബാക്കി സാധാരണ റീഡിങ്, അതായത് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ബുക്കിംഗ് കൺഫർമേഷൻ കിട്ടി പിറ്റേ ദിവസം തൊട്ട് 2 ദിവസം തൊട്ട് 7 ദിവസത്തിനുള്ളിൽ ലഭിക്കുന്ന റീഡിങ്സ് ഉണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് റീഡിങ്. അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, പ്രശ്നമില്ല. അതിൻ്റെ സ്ലോട്ട്സ് അവൈലബിൾ ആണ്. പിന്നെ ഈ 24 hours നൽകുന്നത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസിലൂടെ ഞാൻ ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന്, പിന്നെ അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി കൂടെ ഈ കാര്യങ്ങളൊക്കെ ഇനി പേഴ്സണൽ റീഡിങ്സിനെ സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ എന്തെങ്കിലും ഡിസ്കൗണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ അതിലൂടെ ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കിട്ടാനായിട്ട് ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ആ സെയിം നമ്പറിൽ തന്നെയാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉള്ളത്. ആ സെയിം നമ്പറിൽ കൂടിയാണ് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ സഹായത്തോടു കൂടെ നിങ്ങളുടെ ചാം ഇതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരുപാട് ഇങ്ങനെ ധൃതി പിടിച്ച് തിരഞ്ഞെടുക്കരുത്. സ്വസ്ഥമായിട്ടിരുന്ന് കണ്ണുകൾ അടച്ചിരുന്ന് ഒരു ഡീപ്പ് ബ്രെത്ത്സ് 2-3 എടുത്തതിന് ശേഷം നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾ കേൾക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷൻ കിട്ടുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു നോയിങ് ഉണ്ടാവുകയാണ് ചെയ്യുക, ഇന്നതാണ് എൻ്റെ ചാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ കിട്ടുന്നത് ആ ഒരു ചാം ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. നേരെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പോവുക, റീഡിംഗ് കാണുക. ഇനി ഒന്നിൽ കൂടുതൽ ചാംസ് ആയിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നെങ്കിൽ ആ 2 ചാംസിൻ്റെയും റീഡിങ്സ് കാണുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നാളെ ഞാൻ എൻ്റെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ആ വ്യക്തി ഓൾറെഡി മാരീഡാണ്. അപ്പോൾ മാരേജിനെ കുറിച്ചിട്ട് ആ റീഡിങ്ങിൽ ആ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് അതുകൊണ്ട് ഞാൻ മാരീഡ് ആവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആളെ എഴുതിയിട്ടുണ്ടായിരുന്നു, കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഭാഗം കുറച്ചുകൂടെ ക്ലിയർ ചെയ്യണം. അതായത് റെസനേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. നിങ്ങൾ മാരീഡാണ്. അപ്പോൾ മാരേജിനെ കുറിച്ച് അവിടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാധകമല്ല, മനസ്സിലായോ? കാരണം നിങ്ങൾ ഓൾറെഡി മാരീഡാണ്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിലെ എല്ലാ A to Z മെസ്സേജും നിങ്ങൾക്കുള്ളതായിരിക്കില്ല. പല ആളുകളും ആ ഗ്രൂപ്പ് തന്നെയാണ് സെലക്ട് ചെയ്യുക. ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ അതിൽ നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന, നിങ്ങളുടെ ജീവിതവുമായിട്ട് ചേർന്ന് പോകുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാമെന്ന് പറയുന്നത്. പേഴ്സണൽ ആകുമ്പോൾ നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നിങ്ങൾക്ക് മാത്രമുള്ള മെസ്സേജസാണ് അവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ അതും ഞാൻ ഇപ്പോൾ ആ ഒരു ഡൗട്ടും കൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചാംസ് ചൂസ് ചെയ്യേണ്ട സമയമാണ്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളിതിൽ നിന്നൊരു ചാംസ് ചൂസ് ചെയ്യുക, നിങ്ങളുടെ റീഡിംഗ് കേൾക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കുന്നത് നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുക ഈ ഡിസംബർ 2024. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1ൻ്റെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ 2024 ഡിസംബർ മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത്.
എന്തൊക്കെ മാറ്റങ്ങളാണ് ഗ്രൂപ്പ് 1 കരിയറിൽ ഈ 2024 ഡിസംബർ മാസത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ വളരെയധികം ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ടൈമായിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു സമയമായിരിക്കും എന്ന് ഞാൻ കാണുന്നു. പിന്നെ എന്താ പറയുക, ഒരു ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളിപ്പോൾ കഴിഞ്ഞ മാസം വരെ നിങ്ങളൊരു, അതായത് നവംബർ മാസം ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, പ്രത്യേക ചാലഞ്ചസിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. ഓക്കെ, കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ജോലി ഉണ്ടെങ്കിൽ പോലും അതിൽ എന്താ പറയുക, ഒരു സ്വസ്ഥതയില്ല എന്നാണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഡ്രീം ജോബ് എന്നുള്ള ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഈ കാർഡ്. എസ്പെഷ്യലി ഒരു കരിയർ റീഡിങ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അത് ഡ്രീം ജോബിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ അത്രയും അതിതീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യം, ഓക്കെ, ചിലപ്പോൾ ഒരു പുതിയ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയിലുള്ള മാറ്റമായിരിക്കാം, അങ്ങനെ ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ഓക്കെ, ഈ 2024 ഡിസംബർ മാസത്തിൽ ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ്, നിങ്ങളെക്കാൾ മുതിർന്ന വ്യക്തിയാണെന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയാം, മാത്രമല്ല ഇവരായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സൗഹൃദം അല്ലെങ്കിൽ നല്ലൊരു ബന്ധമാണുള്ളത്. ഓക്കെ, അപ്പം ഈ വ്യക്തി നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളോട് ഈ ഓഫറിനെ കുറിച്ച് പറയുകയാണ്. ഇത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കുന്നതല്ല എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിനെ ആകെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ഓഫറാണോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പൊതുവേ നിങ്ങൾക്ക് വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കുക ചെയ്യുക നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, നിങ്ങൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജോലിയിൽ അത്രയും കാത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വെറുതെ ചുമ്മാ കാത്തിരിക്കല്ലേ, നിങ്ങൾ അതിനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് ചിലപ്പോൾ നടന്നു കാണില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരുപാട് കൺഫ്യൂഷൻസും അല്ലെങ്കിൽ എന്താ പറയുക, ഇനി എന്ത് ഞാൻ ചെയ്യണം എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എല്ലാം നിങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നിട്ട് വളരെ പേഷ്യൻ്റ്ലി ഈശ്വരനെ വിശ്വസിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ അത്രയും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഒരു അവസരം. ഓക്കെ, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഈ ഒരു അവസരം അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങളുടെ ജോലിയിൽ സംഭവിക്കാനായിട്ട്, അങ്ങനെ ഒരു മാറ്റമാണ് വരുന്നത്. ഓക്കെ, പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്ന ഒരു മാറ്റമായിരിക്കും. പിന്നെ ഒരു എക്സ്ട്രാ മെസ്സേജ് എനിക്ക് കിട്ടുന്നത്, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ, ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം, പക്ഷേ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ആശ്രയിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ സഹായത്തോടെ വേണം നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകളാണ്, നിങ്ങൾക്ക് സൈക്കിക് ഗിഫ്റ്റ്സ് ഉള്ളവരാണ്. അത് നിങ്ങളുടെ ഫേവറിന് യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഗുണമാകുന്ന രീതിയിൽ അത് യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ കാണുന്നു നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ, ഡിസിഷനൊക്കെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആ കൺഫ്യൂഷൻ എന്താ പറയുക, ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ സഹായം സ്വീകരിക്കണം എന്ന് കേൾക്കുന്നു. പിന്നെ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളാണ് കരിയർ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഈ മാസം ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഓക്കെ, എസ്പെഷ്യലി ഒരു പ്രത്യേക കമ്മ്യൂണിക്കേഷൻ, ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ കരിയറിൽ, ചിലപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി തന്നെയാവാട്ടോ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് നിങ്ങളിലേക്ക് തേടി വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്താ പറയുക, ന്യായമായി നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഈ ഓഫർ വരുന്നത്. നിങ്ങൾ മുന്നേ എന്താ പറയുക, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില ഓഫറുകളുണ്ട്, പ്രതീക്ഷിച്ച ചില ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് വരാത്തതിൽ നിങ്ങൾക്കൊരു നിരാശയുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിരാശയുണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെ നല്ലതും അതിനേക്കാൾ എന്താ പറയേണ്ട, നിങ്ങൾ സ്വപ്നം കാണുന്നേക്കാൾ വലിയ തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് തേടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. അങ്ങനെയാണ് കാണുന്നത്. നിങ്ങളിലേക്കാണ് തേടി വരുന്നത്, അല്ലാണ്ട് നിങ്ങൾ തേടി പോവുകയല്ല ചെയ്യണേ. ഓക്കെ, ഇതൊരു പുതിയ തുടക്കമായിരിക്കും നിങ്ങളുടെ കരിയറിൽ. ചിലപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു എന്ത് മാറ്റമാണോ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്
ആ മാറ്റത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് മാറി താമസിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു യാത്രയൊക്കെ ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഈ ഒരു പുതിയ അധ്യായത്തിൽ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ വളരെ സേഫാണ്. അതുമാത്രമല്ല ഈ ഒരു മാറ്റമുണ്ടല്ലോ നിങ്ങളുടെ കരിയറിൽ, അത് അധികം ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അത് നിങ്ങളിൽ തന്നെ വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, പിന്നെ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് എഗെയിൻ ഞാൻ പറയണു, നിങ്ങൾ അർഹിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു അവസരത്തിന് റെഡിയാണ്, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, അതുമായി മുൻപോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അർഹിക്കുന്നതാണ് എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ എന്താണോ മാറ്റം സംഭവിക്കുന്നത് ആ മാറ്റത്തിലൂടെ നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കരിയറിൽ അത് അതേപടി സംഭവിക്കാനുള്ള സാധ്യതയും ഡിസംബർ മാസത്തിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഡിസംബർ മാസത്തിൽ അതിനെന്ത് ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യണം. എടുത്ത് പറയുന്നൊരു കാര്യം, പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ ഒരു തുടക്കം, നിങ്ങളൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, ആ ഒരു തുടക്കം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ഇരിക്കുകയാണ്. ഈ ഡിസംബർ മാസത്തിലാണ് അത് സംഭവിക്കുന്നത്. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഭദ്രതയും സാമ്പത്തികമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ ബാലൻസ്ഡ് ആവും, ഒരു സ്റ്റെബിലിറ്റി ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ അധ്യായം തന്നെയാണ് വേൾഡ് കാർഡിൽ നിങ്ങളുടെ ജീവിതത്തിനെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന, നല്ല രീതിയിൽ മാറ്റിമറിക്കുന്ന, കൂടുതൽ സമാധാനം സ്വസ്ഥതയും നൽകുന്ന, സാമ്പത്തികമായിട്ടും ഒരു ഭദ്രത നൽകുന്ന ഒരു മാറ്റമാണിത്. ഓക്കെ, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചില സ്പെസിഫിക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതൊക്കെ നിങ്ങളിലേക്ക് എന്താ പറയുക എത്തുന്നുണ്ട് ഈ ഒരു ഓഫറിലൂടെ. പക്ഷേ ഈ ഓഫർ നിങ്ങളിലേക്ക് എത്തുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങളിലേക്ക് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി വഴിയാണ് ഈ ഒരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നുണ്ടാവില്ല, പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അതാണ് നിങ്ങളെ സർപ്രൈസ്ഡ് ആക്കുന്ന ഒരു കാര്യം. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഏതെങ്കിലും അവസരങ്ങളുടെ പിന്നാലെ പോയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിൽ നിരാശരാണെന്ന് കാണുന്നുണ്ട്. പക്ഷെ ആ അവസരങ്ങളെക്കാളും വളരെ വളരെ വലിയതും വളരെ നല്ലതുമാണ് ഇപ്പോൾ നിങ്ങളെ തേടിയെത്തുന്ന, ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്ന ഈ ഒരു അവസരം. നമുക്ക് അണ്ടർലൈൻ കാർഡായിട്ട് കാണുന്നത് സ്ട്രെങ്ത് കാർഡാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഉറപ്പായിട്ട് നടക്കും എന്നുള്ള കൺഫർമേഷനാണ് ഇപ്പോൾ യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം എല്ലാം നിങ്ങളുടെ ഈ ഒരു കരിയറിൽ സംഭവിച്ചിരിക്കും. ഇനി നമുക്ക് നിങ്ങളുടെ കരിയറിന് എന്ത് ഗൈഡൻസാണ് യൂണിവേഴ്സിന് തരാനുള്ളത് നോക്കാം. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം. ഈ വരുന്ന മാറ്റങ്ങളെയൊക്കെ വളരെ ധൈര്യപൂർവ്വം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ അവസരം വരുമ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഞാനിതിന് റെഡിയാണോ, അങ്ങനത്തെ അനാവശ്യമായ പേടികളൊന്നും വേണ്ട. വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ഈ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഡിവൈൻ പ്ലാൻ പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ റെഡി ആയതുകൊണ്ട്, നിങ്ങൾ പൂർണ്ണമായും അതിന് തയ്യാറായതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, ഈ മാസത്തിൽ വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. വീണ്ടും പറയുന്നു, കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണം. പിന്നെ യാത്ര, ഒരു ചേഞ്ച് ഉണ്ട് നിങ്ങളുടെ എന്താ പറയണ്ടേ, നിങ്ങളിപ്പോൾ എവിടെയാണോ അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു റീലൊക്കേഷൻ ഞാൻ വളരെ എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തയ്യാറാവുക. പിന്നെ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ്. അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സൊക്കെ നിങ്ങൾ പരിചയപ്പെടാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, യൂണിവേഴ്സായിട്ട് സെൻഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇതൊരു പുതിയ തുടക്കമാണ്. ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ച്, യൂണിവേഴ്സിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഈ ഒരു അവസരം വരുമ്പോൾ അതിനെ തട്ടിക്കളയാതെ അതിനെ സ്വീകരിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല എന്നാണ് കാണുന്നത്. വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോവുക. സൺ കാർഡാണ് അണ്ടർലൈൻ എനർജി. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതാണ്. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഭാവി എന്താവും, അങ്ങനെ ഒന്നും ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, നിങ്ങളുടെ ആ ഒരു ഓൾഡ് സെൽഫ്, അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ വിഷമിപ്പിച്ച കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം.
അല്ലെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളും വ്യക്തികളൊക്കെ ഉണ്ടാവും, അവരൊക്കെ മറന്നു കളയുക. അതൊക്കെ മറന്നു കളയേണ്ടതാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടാണ് പോകണമെന്ന് അല്ലേ. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇനി ഓർത്തിരിക്കേണ്ട ആവശ്യം ഇല്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ വളരെ വളരെ ഒരു ക്ലിയർ ബൗണ്ടറി ആളുകളായിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, എല്ലാം എല്ലാവരോടും തുറന്നു പറയേണ്ട ആവശ്യമില്ല എന്ന് കാണുന്നു. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടടുത്ത് പറയുകയും വേണം. ഓക്കെ, വളരെ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൊക്കെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം. ഇനി നിങ്ങളുടെ ഫോക്കസ് മുന്നോട്ട് മാത്രമായിരിക്കണം. അതും കൂടിയും എടുത്ത് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫോക്കസ് മുന്നോട്ടായിരിക്കണം. അതായത് ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങൾ, കഴിഞ്ഞു പോയ സംഭവങ്ങൾ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. കരിയറിൽ കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, ഈ ഡിസംബർ മാസം തൊട്ട് നിങ്ങൾക്ക് ഒരു പുതിയ അധ്യായമാണ്. അപ്പോൾ അതിൽ ഇനി മുൻപോട്ടുള്ളത് മാത്രം, കഴിഞ്ഞു പോയതിനെ ഉപേക്ഷിച്ച് മുന്നോട്ടുള്ളതിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. അങ്ങനെ പറയണേ. പിന്നോട്ട് തിരിഞ്ഞ് നോക്കരുത്. അത് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ വേർഷൻ, നിങ്ങളൊരു പുതിയ എനർജറ്റിക്കൽ വേർഷനിലേക്ക് നിങ്ങൾ ഓൾറെഡി ട്രാൻസ്ഫോം ആയിട്ടായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് തന്നെ അനുഭവിക്കുക നിങ്ങൾ ഈ ഡിസംബർ മാസത്തിലായിരിക്കും. ഓക്കെ, നിങ്ങളൊന്ന് അപ്ഗ്രേഡ് ആയത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരുന്നത് ഡിസംബർ മാസത്തിലായിരിക്കും. അപ്പം അതിനർത്ഥം നിങ്ങളുടെ ആ ഒരു ഓൾഡർ വേർഷൻ അതിനെ നിങ്ങൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അതോടൊപ്പം തന്നെ ആ കഴിഞ്ഞു പോയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി അതിലേക്ക് തിരിച്ചു പോകാതിരിക്കുക. ഓക്കെ, ഇതാണ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങും ഗൈഡൻസും. ഇനി നമുക്ക് എന്താ പറയുക, നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ കാർഡുകൾ മാറ്റി. കാരണം ഇനി എല്ലാ കാർഡുകളും കൂടെ വരുമ്പോൾ പിന്നെ തിങ്ങി നിറഞ്ഞിരിക്കണ പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1-ൻ്റെ ലവ് ലൈഫിൽ ഈ 2024 ഡിസംബർ മാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ അനുഭവിക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് 1-ൻ്റെ ലവ് ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ 2024 ഡിസംബർ മാസത്തിൽ അവർ അനുഭവിക്കാൻ പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പാഷൻ, അട്രാക്ഷൻ എന്നാണ് ആദ്യം തന്നെ കാണുന്നത്. ക്ലാരിഫൈ ദ കിങ് ഓഫ് വാൻസ്. താങ്ക് യു. ഒരു കിങ് ഓഫ് വാൻസ് എനർജിയാണ് നമ്മൾ റൈറ്റ് അവേ കാണുന്നത്. ഓക്കെ, ഒരുപാട് നിങ്ങൾ ഒരു എന്താ പറയുക, വളരെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പേര് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല ഒരു സ്പെസിഫിക്കലി ഒരു കിങ് ഓഫ് വാൻസ് എനർജി, അതായത് ഒരു ഫയർ സൈൻ മെസ്കുലിൻ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് ഞാൻ കാണുന്നു. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സൺ, മൂൺ, റൈസിങ് പ്ലേസ്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. വളരെ എക്സ്ട്രോവേർട്ടാണ്. ഓക്കെ, ഒരുപാട് ടോക്കറ്റീവാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. പുറത്ത് പോകാനും ആളുകളായിട്ട് ഇടപഴകാനും വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരിക്കും. ഒരു ആളുടെ ഒരു കരിയർ സംബന്ധിച്ച് ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ ഒരു ഹെഡോ പ്രൊജക്ട് ലീഡറോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇതൊരു പുതിയ എനർജിയാണ്. ഇത് എന്താ പറയേണ്ടത്, നിങ്ങളുടെ കഴിഞ്ഞു പോയ ആരുമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു സിംഗിൾ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് എസ്പെഷ്യലി നിങ്ങൾക്കൊരു സിഗ്നിഫിക്കൻ്റ്ലി പാസ്റ്റിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണെങ്കിൽ ഇതൊരു പുതിയ വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇനി പാസ്റ്റ് റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു ഓക്കെ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം. ഒരു സെക്കൻഡ് ചാൻസ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്, അതായത് റിന്യൂവൽ. അപ്പോൾ കഴിഞ്ഞു പോയൊരു കണക്ഷനാണ്, പക്ഷേ അവർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് കാണുന്നത്. ഒരു സെക്കൻഡ് ചാൻസ് നോക്കിയിട്ടാണ് ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത്. ഓക്കെ, ക്ലാരിഫൈഡ് ജഡ്ജ്മെൻറ്റ്. താങ്ക് യു. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടേ എന്നൊരു സംശയം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇത് വേണോ വേണ്ടയോ, ഞാൻ വീണ്ടും അവസരം കൊടുക്കണോ, അങ്ങനെയൊക്കെ. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാൻ.
ഓക്കെ. അപ്പോൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു, നിങ്ങളുടെ വാല്യൂ എന്താണ്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇതിനൊരു തീരുമാനം എടുക്കാൻ. ഓക്കെ. കഴിഞ്ഞു പോയ അവരുമായിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നല്ല ഓർമ്മകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. ഗ്രൂപ്പ് 1 ലവ് ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ 2024 ഡിസംബർ മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ഹാർട്ട് ബ്രേക്കിൽ കൂടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാസം നിങ്ങളിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തി നേടുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സമാധാനം, സമാധാനമുള്ള, നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് എനർജീസിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി അതിൽ നിന്നൊക്കെ എന്താ പറയുക പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഹീൽ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും എന്ന് ഞാൻ കാണുന്നു. കാരണം ചിലപ്പോൾ ചില കോൺഫ്ലിക്റ്റോ ഡിസഗ്രിമെൻറ്റ്സോ ഉണ്ടാവാൻ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകളുടെ വർത്തമാനം, അവർ പറയുന്ന രീതി, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ചില ആക്ഷൻസ് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോടെ വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പെട്ടെന്ന് ആ ട്രിഗർ ചെയ്ത ആ ഒരു ഇതിൽ ഒരു വഴക്കിലൊന്നും ഏർപ്പെടാതിരിക്കുക. ഓക്കെ, അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ വല്ലാതെ ട്രിഗേർഡ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങളെന്താ വെച്ചാൽ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഹീലിംഗ് പ്രോസസ്സിലായിരിക്കും ഈ ഡിസംബർ മാസത്തിൽ. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഓൾറെഡി റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവരെ കാര്യം ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഹീലിംഗ് സമയത്ത് നിങ്ങളുടെ എനർജി വളരെ വൾണറബിൾ ആയിരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ട്രിഗേർഡ് ആവുന്നതൊക്കെ. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ പേഷ്യൻ്റ്ലി അതിനെ ഹാൻഡിൽ ചെയ്യുക, മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യുക. നിങ്ങളുടെ സമാധാനത്തിന് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ സമാധാനത്തിന് പ്രയോറിറ്റി കൊടുക്കുക എന്ന് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ്, ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ എന്നുണ്ടെങ്കിൽ അത് അവസാനിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഈ ഡിസംബർ മാസത്തിൽ അത് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, clarify the 7 of Wands. Clarify the 7 of Wands. നിങ്ങൾ ഒരു നെഗറ്റീവ് എനർജീസിനൊക്കെ, അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് തരുന്ന വ്യക്തികളെ, സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട് കേട്ടോ. 7 of Wands. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ സമാധാനത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല, ഇനി നിങ്ങൾ ആ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണ്. ഓൾറെഡി ബ്രേക്കപ്പ് ആയവരുടെ കാര്യം പറയണത്. അപ്പോൾ ആ ഒരു നിങ്ങളപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ലൈനിലായിരിക്കും ഡിസംബർ മാസത്തിൽ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു ഇന്നത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ആലോചിക്കും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയം വരുന്നു വരാം. അത് നിങ്ങളത് ആ ഒരു ഫേസിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ ഞാൻ പറയുന്നു, നെഗറ്റീവായിട്ടുള്ള മെമ്മറീസ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ്, പിന്നെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഓർമ്മ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അപ്പം തന്നെ അതിനെ എൻകറേജ് ചെയ്യാതെ വേറെ എന്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കണം. ഒരു പുതിയ തുടക്കം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷെ അത് ഞാൻ കൂടുതലും നിങ്ങൾ മാത്രമാണ് കാണുന്നുള്ളൂ. വേറൊരു വ്യക്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നില്ല കേട്ടോ. എസ്പെഷ്യലി ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഈ മാസം അവസാനിപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു കളക്റ്റീവിനെ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. അവർക്കായിക്കോട്ടെ, നിങ്ങൾ അതുപോലെ തന്നെ പാസ്റ്റ് ചെയ്യുന്ന ഒരാൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു കാറ്റഗറിയിൽ ഞാൻ മെജോറിറ്റി കാണുന്നത് നിങ്ങളുടെ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ്. പക്ഷെ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങളെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, ഓക്കെ, നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് എന്താണ് അർഹിക്കുന്നത് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ. അപ്പോൾ അതിൽ നിങ്ങൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അപ്പോൾ അതിനെ എതിർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ പറയുന്ന, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്ന എല്ലാ എനർജീസിനെയും റെസിസ്റ്റ് ചെയ്ത് അതിനെല്ലാം തടഞ്ഞു നിർത്തി ഒരു ക്ലിയർ ബൗണ്ടറി ഇട്ടിട്ട് നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത്
ആ ഒരു ഹീലിങ്ങിലും ഒക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങളും അപ്ഗ്രേഡ് ആവാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാണ്. നിങ്ങൾ ആ ഒരു ഫ്രീഡം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഒരു വളരെ കുറച്ച് ശതമാനം ആളുകളൊക്കെയാണ് ഞാനിവിടെ എന്താ പറയുക, നിങ്ങൾ സിംഗിളാണ് എന്ന് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി വരുന്നുണ്ട് എന്നുള്ള ഒരു എനർജി തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ അപ്പോഴും എനിക്ക് എന്താ പറയുക, ആ ഒരു വ്യക്തി നിങ്ങളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ആ ഒരു കാരണം നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വളരെ ഹൈ ആണെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ മുന്നേ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തി, ഇവരെ കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. ഈ വരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഒരു പ്ലേ ബോയ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഒരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ് ഞാൻ ഇവരുടെ നിന്ന് കാണുന്നില്ല. അട്രാക്ഷന്, ആദ്യം പറഞ്ഞ പോലെ അട്രാക്ഷനും പാഷനും മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ പ്രൊമോട്ട് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് നിങ്ങൾ ഒരു ലവ് ലൈഫിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആരെയാണ് ഡിസേർവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ നിങ്ങൾ ഒട്ടും താഴേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജി വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പ്രപ്പോസൽസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഹൈ ആണ്. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അവർ മീറ്റ് ചെയ്യും. ഓക്കെ, യാതൊരു പ്രഷറും ഇല്ലാതെ അവരത് മീറ്റ് ചെയ്യും. അവർ ഓൾറെഡി ആ ഒരു എനർജിയിലായിരിക്കും. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കളക്റ്റീവിൻ്റെ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്താണ് അവർക്കുള്ള ഗൈഡൻസ്? അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യണം എന്നാണ് കാണുന്നത്. മാത്രമല്ല, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്ത് റിലേഷൻഷിപ്പാണോ ആഗ്രഹിക്കുന്നത്, ആ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ എങ്ങനെയായിരിക്കണം, ആ വ്യക്തി എങ്ങനെയായിരിക്കണം, എന്താണ് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അത് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയണത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഈ സ്വപ്നങ്ങളും ഒക്കെ നിങ്ങളിൽ തന്നെ വെക്കാം. മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ അവർ മനസ്സിലാക്കണമെന്നില്ല. ചിലപ്പോൾ അവർ പറയാം ഇതൊക്കെ നടക്കാൻ പോകണില്ല, അതും അങ്ങനത്തെ ഒന്നും ആളുകളില്ല, നിങ്ങൾ എന്തെന്നാ പറയണം, അഡ്ജസ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റില്ല, ഇങ്ങനെ പറയുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ചുറ്റുണ്ടാവുക. നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ് പറയുന്നത്, അപ്പോൾ ചുറ്റുള്ളവർ ഇങ്ങനെയും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെ എല്ലാം തികഞ്ഞ ആളെ കിട്ടില്ല, ഇങ്ങനത്തെ കുറേ ഡയലോഗുകളൊക്കെ ചിലപ്പോൾ കേൾക്കും. എസ്പെഷ്യലി അറേഞ്ച് മാരേജ് ആണെങ്കിലും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് കുറയ്ക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനായിട്ട് നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ സാധിക്കും. സുഹൃത്ത് ബന്ധങ്ങൾ എന്നാണ് ഞാൻ കേൾക്കുന്നത്. അവർ നിങ്ങളെ സഹായിക്കും. അവർ നിങ്ങളുടെ സോൾ ട്രൈബിലുള്ള മെമ്പേഴ്സും കൂടിയാണ്. ഓക്കെ, നിങ്ങളൊരു ഒരേ സോൾ ട്രൈബിൽ പെട്ടവരാണ്. അവർ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഓക്കെ, അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സപ്പോർട്ട് നമ്മൾ സ്വീകരിക്കണം. ഓക്കെ, അവരെ ചിലപ്പോൾ അങ്ങനെ നേരിട്ട് വന്നിട്ടല്ല പറയാം നിനക്ക് ഇന്ന ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ, ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് പുറത്തു കിടക്കാൻ ഞാൻ സഹായിക്കാം എന്നല്ല അവർ പറയുക. ഓക്കെ, അവർ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അതിനെക്കുറിച്ച് പറയുകയോ അതിന് നിങ്ങളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റിക്ക് ചിലപ്പോൾ പുതിയൊരു പെർസ്പെക്റ്റീവ്, ഒരു കാഴ്ചപ്പാടാണ് അവർ നിങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷനിലൂടെ കിട്ടുക. ഓക്കെ, അപ്പോൾ അവർ ഞാൻ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി വന്നിട്ടല്ല, പക്ഷെ അവരുമായിട്ടുള്ള കോൺവെർസേഷൻ, അവരുമായിട്ടുള്ള ഇടപഴകലിലൂടെയാണ് നിങ്ങളുടെ കുറേ ഇൻസെക്യൂരിറ്റീസും സെൽഫ് ലിമിറ്റ് ബിലീവ്സും നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിന് നന്ദി പറയണം. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ എന്താ പറയേണ്ടത് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ ലവ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കണം. അതായത് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ ഈശ്വരനോട് നിങ്ങൾ നന്ദി പറയാൻ പറ്റണം. നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു റിലേഷൻഷിപ്പാണ്, എന്നിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഈശ്വരനോട് നന്ദി പറയാൻ നിങ്ങൾക്ക് പറ്റണം. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട ആൾ, ഓക്കെ, അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഡിവൈൻ ടൈമിങ് അനുസരിച്ചിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളതിൽ ഫോക്കസ് ചെയ്യണം എന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്കൊരു ജീവിതത്തിലൊരു കൂട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളൊരു സമയം കണ്ടെത്തണം. ഡിസംബർ മാസത്തിൽ എന്തായാലും അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം എന്ന്
ഞാൻ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾ എത്ര സ്നേഹവും കരുതലും നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നു, അത്രയും സ്നേഹവും കരുതലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആളിൽ നിന്ന് ലഭിക്കും. അങ്ങനെ ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെ കാര്യമായിട്ട് ഒരു കെയറിങ് കൊടുക്കുന്നില്ല, നിങ്ങളെ കാര്യമായിട്ട് സ്നേഹിക്കുന്നില്ലെങ്കിൽ വരുന്ന വ്യക്തിയും അല്ലെങ്കിൽ വ്യക്തികളും, അത് സുഹൃത്തുക്കളാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, അവരും നിങ്ങളെ അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഡിസംബർ മാസം. ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിലായിരിക്കണം. ഓക്കെ, അല്ലാതെ എന്താ പറയുക, ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ പറയേണ്ടത്, ചെറിയ റിലേഷൻഷിപ്പിലെ ആയിരിക്കരുത്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിത പങ്കാളിനെയാണ് നിങ്ങളിനി ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാണ്ട് വേറൊരാളെയല്ല. അപ്പോൾ അവരെ വെച്ചുകൊണ്ട് വേണം നിങ്ങളിനി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ റിലേഷൻഷിപ്പ് വൈസ്, അതായത് പ്രണയം തന്നെയല്ല, മറ്റ് ബന്ധങ്ങളിലും കാര്യമായ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ആ മാറ്റങ്ങളൊക്കെ സ്വീകരിക്കുക. ഓക്കെ, ആ വരുന്നത് പോലെ നിങ്ങൾ അതിനെ സ്വീകരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ഓക്കെ, ആ ഒരു ആഗ്രഹം നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു സുഹൃത്തിൽ നിന്നായിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നായിക്കോട്ടെ, ആ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊരു ക്ലാരിറ്റി വരുത്തുക, അതിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, എന്നാൽ അതിനെ തേടി പോവാതിരിക്കുക. ഒരു എംപറസ് എനർജിയിൽ വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. ആ സ്നേഹവും കരുതലും എല്ലാം നിങ്ങൾക്കും നിങ്ങളെ എന്താ പറയുക കൃത്യമായി മനസ്സിലാക്കുന്ന നിങ്ങളോട് നല്ല ഇൻറ്റൻഷൻസ് ഉള്ള വ്യക്തികൾക്കും നൽകുക. അങ്ങനെ ഒരു എംപറസ് എനർജിയിൽ നിങ്ങൾ ത്രൂ ഔട്ട് ഈ ഒരു മാസം ആയിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ്, മാറ്റങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താ പറയുക യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് എന്ന് ഞാൻ കാണുന്നു. ആ മാറ്റങ്ങളെയൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. ഓക്കെ, അത് മുഴുവനായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളൊന്നും നമ്മളെ മുന്നേ അറിയിക്കില്ല. അപ്പോൾ ടവർ കാർഡ് വന്നിട്ടുള്ളത് ഒരു അൺഎക്സ്പെക്റ്റഡ് എനർജി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റും എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഈ മാസം കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കാണുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് ഞാൻ കണ്ടത് എന്താ പറയുക, ഹാർട്ട് ബ്രേക്ക് അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പോകുന്നവർ, പിന്നെ അതുപോലെ തന്നെ ഒരു പാസ്റ്റിൽ നിന്നൊരു വ്യക്തി, നിങ്ങളുടെ പാസ്റ്റ് ലവറിൽ ഒരാൾ തിരിച്ചു വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. സിംഗിൾ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തന്നെ സ്റ്റാൻഡേർഡ്, ആ ഒരു എത്രത്തോളം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർന്നു എന്ന് നിങ്ങൾക്ക് സ്വയം ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് ഈ ഡിസംബർ മാസം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസും നിങ്ങളുടെ ലവ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും. വളരെ നല്ലൊരു മാറ്റമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളുടെ സ്റ്റാൻഡേർഡിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് എന്തൊക്കെ ക്ലൂസാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നോക്കാം. ഗ്രൂപ്പ് 1-ന് അവർക്കിപ്പോൾ ലഭിച്ച റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് എന്തൊക്കെ ക്ലൂസാണ് നൽകാനായിട്ട് സാധിക്കുക. ഓക്കെ, കുറേ ക്ലൂസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ക്ലൂസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്കൊരു വീക്ക് ഡേ ആണ് കിട്ടിയിരിക്കുന്നത്, സൺഡേ. അപ്പോൾ സൺഡേ ചിലപ്പോൾ നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കാം, ഓക്കെ, ആഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ സൺഡേ ഈ മാസത്തെ ഡിസംബർ മാസത്തിലെ സൺഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 17, 10, 14, 30, 27. ഓക്കെ, അപ്പോൾ ഈ ദിവസങ്ങൾ, ഡിസംബർ മാസത്തിലെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ കരിയർ, ലവ് ലൈഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജനന തീയതിയും ഇതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. 3 മാസങ്ങളാണ് കിട്ടിയിരിക്കുന്നത്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, നിങ്ങളുടെ ജനനമാസം ഇതിൽ ഉണ്ടാവാം. പിന്നെ 2 നമുക്ക് എന്താ പറയേണ്ടത് സീസൺസ് കിട്ടിയിട്ടുണ്ട്, സമ്മറും സ്പ്രിങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സീസൺ സമ്മറോ സ്പ്രിങ്ങോ ആയിരിക്കാം. ഇനിയും നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 സോഡിയാക് സൈൻസ് കിട്ടിയിട്ടുണ്ട്, സ്കോർപിയോ, പൈസൈസ്, ജെമിനി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സൺ, മൂൺ, റൈസിംഗ് പ്ലേസ്മെൻറ്റിൽ ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഉണ്ടാകാം. നമുക്ക് 3 ഇനീഷ്യലാണ് കിട്ടിയിരിക്കുന്നത്, KXA. നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യലോ ലാസ്റ്റ് നെയിം ഇനീഷ്യലോ അല്ലെങ്കിൽ മിഡിൽ നെയിം ഇനീഷ്യലോ ആയിരിക്കാം.
അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക ഫസ്റ്റ് നെയിമിൽ ഈ പറയുന്ന ഏതെങ്കിലും ലെറ്റേഴ്സ് ഉണ്ടായിരിക്കാം. ഇത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ റീഡിങ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിങ് എന്നിൽ നിന്ന് കൂടുതൽ ലഭിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്നെ ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. രണ്ടിൻ്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, മറ്റൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഡിസംബർ മാസം ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു പ്രസൻസിനും നിങ്ങൾ ഈ റീഡിങ് കേട്ടിരുന്നതിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ 2024 ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? എന്തൊക്കെ മാറ്റങ്ങളാണ് ഗ്രൂപ്പ് 2-ൻ്റെ കരിയറിൽ ഈ 2024 ഡിസംബർ മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഗ്രൂപ്പ് 2-ൻ്റെ കരിയർ സിറ്റുവേഷനിൽ? ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നതായിട്ട് ഞാൻ കാണുന്നു. ഈ 2024 ഡിസംബർ മാസത്തിൽ വരാൻ പോകുന്നത് നിങ്ങൾ അർഹിക്കുന്ന, ഓക്കെ, നിങ്ങൾക്ക് ഡിസേർവിങ് ആയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. വളരെയധികം സാമ്പത്തികമായിട്ടുള്ള എന്താ പറയുക, പുരോഗതി തരുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാം എന്നാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ വരുന്ന അവസരങ്ങളൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇപ്പോൾ കറൻ്റ്ലി എങ്കിൽ അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും എന്ന് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രതയും അതുപോലെ തന്നെ കരിയറിലാണെങ്കിലും ഒരു സ്റ്റെബിലിറ്റിയും ഒക്കെ തരുന്ന, ഒരുപാട് സക്സസ്സൊക്കെ ഗ്യാരണ്ടി തരുന്ന തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ കാത്തിരുന്ന അവസരങ്ങൾ, ഓക്കെ, നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന അവസരങ്ങളാണ് നിങ്ങളെ തേടി എത്തുന്നത്. വളരെ നല്ല നല്ല അവസരങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു സക്സസ് അച്ചീവ് ചെയ്ത ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ കാത്തിരുന്നതാണെന്നാണ് ഞാൻ കേൾക്കണേ. ഓക്കെ, ഒരുപാട് സമാധാനം നിങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമാധാനമാണ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നിങ്ങൾ ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യും. നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടും. നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഈ ഒരു ഡിസംബർ മാസത്തിൽ. ഓക്കെ, അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ അതല്ലാതെയുള്ള ഒരുപാട് നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഈ കരിയർ സെക്ടറിൽ. അതുപോലെ 3 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ കരിയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളാണോ ഉണ്ടായിരുന്നത്, എന്തൊക്കെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും നാളും പരിശ്രമിച്ചത് അത് നടക്കാനായിട്ട്, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് തീവ്രമായിട്ടൊരു അവസരം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ജോലിയിൽ. അത് നിങ്ങൾക്കൊരു വാട്ടർ സൈൻ മെസ്കുലിൻ എനർജി, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അവർ മുഖേനയാണ് നിങ്ങളിലേക്ക് ആ ഒരു ഓഫർ എത്തുന്നത്. ഓക്കെ, നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ആ വ്യക്തി ഈ ഒരു അവസരം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ക്ലാരിഫൈ ദ 4 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഈ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം ഇത് നിങ്ങൾക്കായിട്ട് ഈശ്വരൻ കരുതി വെച്ചിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാം. മാത്രമല്ല മറ്റ് അധികം ആളുകളായിട്ട് ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാതിരിക്കുക എന്ന് ഞാൻ കാണുന്നുണ്ട്.
ഇതിനെക്കുറിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, ക്ലാരിഫൈ ദ 5 ഓഫ് സോർട്സ്. ഇത് നിങ്ങൾ കാത്തിരുന്നതാണ്, നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങളിലേക്ക് തേടി വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പുരോഗതി കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള, ഒരുപാട് വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലായിക്കോട്ടെ, ഒരുപാട് വളർച്ച കൊണ്ടുവരാൻ തക്കതായിട്ടുള്ള ഒരു അവസരമാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാണ്ട് ഇതെന്നെ കൊണ്ട് പറ്റൂ, ഇതെനിക്ക് നല്ലതാണോ, ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാതെ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇത് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള, വളരെ പെട്ടെന്നായിരിക്കും ഈ ഒരു അവസരം വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ വൈസ് ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഐഡിയ, അതിനുള്ള അവസരമായിരിക്കും നിങ്ങൾക്ക് വരിക. ജസ്റ്റ് ഒരു ഐഡിയ മാത്രമല്ല, അതിന് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരും അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്, ഒരുപാട് എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് തരുന്നതാണ്. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമാണ് എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, എന്തൊക്കെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും നാളും പരീക്ഷിച്ചത്, നിങ്ങൾ ക്ഷമയോടെ പരിശ്രമിച്ചത്, നിങ്ങളെ യൂണിവേഴ്സാണ് ആക്ച്വലി പരീക്ഷിച്ചത്. ഓക്കെ, നിങ്ങൾ പരിശ്രമിക്കുക മാത്രമല്ല, നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്തു. ഓക്കെ, ആ അവസരങ്ങളും ആ ആഗ്രഹങ്ങളുമാണ് നിങ്ങൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ നേടിയെടുക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ഓഫറിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഓഫർ തന്നെയാണ് വരുന്നത്. ചിലപ്പോൾ അത് വരുന്ന ഒരു രീതി വ്യത്യസ്തമായിരിക്കാം, പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻസ്ഡ് ആവരുത്. അതായത് അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് ആ അവസരം വേണ്ടാന്ന് വെക്കരുത് എന്നാണ് പറയണേ. യൂണിവേഴ്സ് എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്ക് നല്ലതാണെന്നുള്ളത്. ആ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, അല്ലാണ്ട് നിങ്ങളുടെ ആൻഷ്യസ് തോട്ട്സിനെ അല്ല. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വിശ്വസിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ, വളരെ പോസിറ്റീവായ രീതിയിൽ, പക്ഷേ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒരു അവസരമാണ് എസ്പെഷ്യലി എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ കഷ്ടപ്പെട്ടതിന്, നിങ്ങൾ കാത്തിരുന്നതിന്, എന്താ പറയുക, നിങ്ങൾ പരിശ്രമിച്ചതിൻ്റെ ഫലങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ കണ്ടു തുടങ്ങുക. ഈ ഡിസംബർ മാസത്തിലാണ് നിങ്ങളതിൻ്റെ എന്താ പറയുക പൂർണ്ണ വ്യാപ്തിയിൽ കണ്ടു തുടങ്ങുക എന്നാണ് ഞാൻ കേട്ടത്. ഒരുപാട് സെലിബ്രേറ്റിംഗ് മൊമെൻറ്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ ഉണ്ടായിരിക്കും, അതും കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഗൈഡൻസ് ആണുള്ളത് നോക്കാം. ഗ്രൂപ്പ് 2-ന് ഈ കരിയർ റിലേറ്റഡ് ആയിട്ട് ഡിസംബർ മാസത്തിലേക്ക് എന്തൊക്കെ ഗൈഡൻസ് ആണ് നൽകാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും കാര്യങ്ങൾ നടത്താനും പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയി തന്നെ ഇരിക്കുക. പിന്നെ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യങ്ങളിൽ നിന്ന് യാതൊരു തരത്തിലും പിന്മാറാതിരിക്കുക, അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഡിസ്ട്രാക്ഷനുള്ള സാധ്യതകളാണെന്നുള്ള ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എവിടേക്ക് എത്താനാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ എൻഡ് ഗോളിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത് എന്ന് ഞാൻ കാണുന്നു. പിന്നെ മാത്രമല്ല, ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പണം നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു പണം ഒക്കെ കൃത്യമായിട്ട് ചിലവഴിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തണം, അതാണ് കാണുന്നത്. പിന്നെ നമുക്ക് കുറേ അവസരങ്ങളുടെ കാര്യം കാണുന്നുണ്ട്. ക്ലാരിഫൈ ദ 2 ഓഫ് കപ്സ്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ മാസം ജോലിയിൽ. ഓക്കെ, ഒരുപാട് അവസരങ്ങളാണ് തേടിയെത്തുക. അപ്പോൾ അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിനോട് ചേർന്ന് നിൽക്കുന്ന അവസരങ്ങൾ വേണം, അല്ലെങ്കിൽ ആ അവസരം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ അവസരങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യുക, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുക. പിന്നെ ഈ മാറ്റങ്ങളൊക്കെ വരുന്നത് നിങ്ങളിൽ തന്നെ വെക്കുക, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യരുത്. ആളുകളുമായിട്ട് സ്ട്രോങ് ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലത്തെ നിങ്ങൾക്ക് അധികം എന്താ പറയുക ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില സാഹചര്യങ്ങളിലത്തെ വ്യക്തികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആണ്, അവരെ ഒന്നും അടുപ്പിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരായിട്ട് അകന്നു പോയത് എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, ആ ഒരു കാരണം ആലോചിക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്. സ്ട്രോങ് ബൗണ്ടറി വേണം അവരൊക്കെ ആയിട്ട്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാനും അതിനെ എന്താ പറയണ്ടേ, അത് ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾ റെഡിയാണ്. നിങ്ങൾ അതിന് തയ്യാറാണ്, പൂർണ്ണമായും തയ്യാറാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക.
നിങ്ങൾ അത്രയും ആഗ്രഹിച്ച ഒരു തുടക്കമാണ് നിങ്ങളുടെ ഇനി ഉള്ള ഈ കരിയറിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനോട് ഈശ്വരനോട് നന്ദി പറയുക. മാത്രമല്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കുക. അത് കഴിഞ്ഞു പോയതാണല്ലേ, അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക. ഇനി ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതൊരു ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിട്ട് ഇത് കാണുക. ഓക്കെ, മാത്രമല്ല നിങ്ങൾ കടന്നു പോയിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന തന്നിട്ടുള്ള സാഹചര്യങ്ങൾക്കൊക്കെ പകരമായി ഈശ്വരൻ നീതി നടപ്പാക്കിയതായിട്ടും മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് വളരെ പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. മാറ്റങ്ങൾക്ക് പിന്നാലെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ യാത്ര ചെയ്ത് പുതിയൊരു സ്ഥലത്തേക്ക് പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ആ മാറ്റങ്ങളെയൊക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക, അത് സ്വീകരിക്കുക, ഉൾക്കൊള്ളുക, അതിൽ സന്തോഷിക്കുക, ഈശ്വരനോട് നന്ദി പറയാം. ഇതാണ് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ റീഡിങ്. നമുക്കൊരു കാര്യം ചെയ്യാം, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പയലിൽ ഞാൻ എല്ലാ ക്ലൂസും കൂടി ഒരുമിച്ചാണ് കൊടുത്തത്. ഓക്കെ, എനിക്കിവിടെ വെച്ചപ്പോൾ തോന്നി അങ്ങനെയല്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് തരണം എന്ന് തോന്നി. അപ്പോൾ നോക്കട്ടെ. ഗ്രൂപ്പ് 2ൻ്റെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജാണ് അവർക്ക് കിട്ടിയത് ഡിസംബർ 2024 വേണ്ടിയിട്ട്. അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഈ ക്ലൂസും ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് സ്പ്രിംഗ് സീസൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ് സീസൺ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാലമായിരിക്കാം. അതുമാത്രമല്ല, നിങ്ങൾ ചിലപ്പോൾ ജനിച്ചത് സ്പ്രിംഗ് സീസണിലായിരിക്കാം. നമുക്ക് 2 സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്, ഏരീസ്, ടോറസ്. നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ് സൈൻ ഏരീസോ ടോറസോ ആയിരിക്കാം. ഓക്കെ, പിന്നെ ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബി, എം, ജി അല്ലെങ്കിൽ സെഡ്, എസ്, പി. ഓക്കെ, ഇതാണ് ഇനീഷ്യൽസ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യലോ ലാസ്റ്റ് നെയിം ഇനീഷ്യലോ മിഡിൽ നെയിം ഇനീഷ്യലോ ഒക്കെ ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ പറയുന്ന ഏതെങ്കിലും ലെറ്റേഴ്സ് ഉണ്ടായിരിക്കാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ 23, 11, 17, 3, 28. ഈ ദിവസങ്ങൾ എസ്പെഷ്യലി ഡിസംബർ 2024 നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഈ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഡേറ്റ്സിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. 2 മാസം കിട്ടിയിട്ടുള്ളത് ഒക്ടോബറും ഫെബ്രുവരിയാണ്. നിങ്ങളുടെ ജനന മാസം ഇതിലേതെങ്കിലും ഒന്നാവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസും. ഇതാണ് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് റീഡിങ്. ഇനി നമുക്ക് നിങ്ങളുടെ ലവ് ലൈഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള റീഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിനി നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് 2ൻ്റെ ലവ് ലൈഫിൽ ഈ 2024 ഡിസംബർ മാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ഗ്രൂപ്പ് 2ൻ്റെ ലവ് ലൈഫിൽ ഈ 2024 ഡിസംബർ മാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ പേജ് ഓഫ് സോഴ്സാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു കിങ് ഓഫ് കപ്സിനെയും കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ കിങ് ഓഫ് കപ്സ്. Clarify the King of Cups. No, clarify the Moon. I will disconnect to the King of Cups. Thank you. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിങ് ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങൾ ഓൺലൈനിൽ കൂടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവർ നിങ്ങളെ ഇങ്ങനെ എന്താ പറയുക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നതൊക്കെ അറിയാൻ അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർ എന്താ പറയുക, ഇവരായിട്ടാണ് നിങ്ങളായിട്ടുള്ള കോൺടാക്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു വ്യക്തി ഒരു വാട്ടർ സൈൻ മെസ്കുലിൻ എനർജിയാണ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അപ്പോൾ ഇവർ നിങ്ങളായിട്ടുള്ള ഒരു കോൺടാക്റ്റ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അവരായിട്ട് അവസാനിപ്പിച്ചതാണ്. പക്ഷേ എന്നിട്ടിപ്പോൾ അവർക്ക് തിരിച്ച് നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലവർ എനർജി ഒന്നും എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ വ്യക്തി തിരിച്ച് നിങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഒരു ഡിസെപ്റ്റീവ് എനർജി ഉണ്ട്. അതായത് ഇത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കാം. അതായത് ഒരു തെറ്റിദ്ധാരണ ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആ ഒരു തെറ്റിദ്ധാരണ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോഴും ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടോ ആ ഒരു എനർജി ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. അപ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അവർ ഇത്രയും നാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാത്തതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളായിട്ട് അതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. ഓക്കെ, വേറെ പ്രയോറിറ്റീസ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു, അവരതിനാണ് കൂടുതൽ പ്രയോറിറ്റീസ് കൊടുത്തത്. പക്ഷെ ഇപ്പം അവർക്ക് തോന്നുകയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം, നിങ്ങളായിട്ട് സംസാരിക്കണം, അതൊരു ഫെയർ ന്യായം, അതാണ് അതിന് ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി വരുത്തണം എന്നുള്ളൊരു എന്താ പറയുക, തെറ്റിദ്ധാരണ തിരുത്തണം എന്നൊരു ആഗ്രഹം കൊണ്ട് അവർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്താണോ സംഭവിച്ചത് അതൊരു പെയിൻഫുൾ എൻഡിങ്ങിലാണ് അവസാനിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വേദന തരുന്ന രീതിയിലായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവാം, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, എസ്പെഷ്യലി ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ആ വേദന ഉണ്ടായ സംഭവത്തിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ആലോചിച്ച് വിഷമിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക, ന്യായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഴുവനായിട്ടും എന്താണ് സംഭവിച്ചത് അത് കൃത്യമായി അറിയണം എന്ന് ഈ ഒരു വ്യക്തി, ഈ ഒരു വാട്ടർ സൈൻ മസ്കുലിൻ എനർജി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നതും അവർ തെറ്റിദ്ധാരണ തിരുത്താനായിട്ട് ശ്രമിക്കുന്നതും. ഇപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, അതൊക്കെ മാറ്റാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ അതൊക്കെ മാറ്റാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവരൊരു കോൺഫിഡൻ്റ് ആയിട്ട് തിരിച്ചു വരാനായിട്ട് ഉള്ള ഒരു ശ്രമമായിട്ടാണ് കാണുന്നത്. ഓക്കെ, കിങ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ ദ കിങ് ഓഫ് വാൻഡ്സ്. താങ്ക് യു. അവർ നിങ്ങളിൽ വളരെ അട്രാക്റ്റഡ് ആണെന്നാണ് ഞാൻ കാണുന്നത്. അവർക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ള തുടക്കമാണ് അവർ ആഗ്രഹിക്കുന്നത്? അതെ, അത് നിങ്ങളെ ലാസ്റ്റ് മീറ്റ് ചെയ്ത് പിരിഞ്ഞത് ഒരുപാട് വിഷമം ഉണ്ടാകുന്നൊരവസരത്തിലാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടൊരു അവസരത്തിലാണ് നിങ്ങൾ പിരിഞ്ഞത്. അത് ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അത് ഈ വ്യക്തിക്ക് അറിയുകയും ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. എന്താ പറയുക, അവരാ ഒരു പിന്നോട്ട് വലിഞ്ഞതും അവർ എന്താ പറയുക, നിങ്ങളായിട്ട് കോൺടാക്റ്റ് അവസാനിപ്പിച്ചതെല്ലാം. പക്ഷെ അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന അതിയായ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളെ സത്യം എന്താണെന്ന് അറിയിക്കണം, നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തുക, എല്ലാം ക്ലിയർ ആക്കുക, അങ്ങനെ എന്നിട്ടൊരു ന്യൂ സ്റ്റാർട്ട് രണ്ടുപേരുടെ ഇടയിൽ വേണം എന്നവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാന്ന് വെച്ചാൽ അവർ വരട്ടെ, അവരെന്താ പറയാനുള്ളത് പറയട്ടെ. ഓക്കെ, നിങ്ങളുടെയാണ് തീരുമാനം. ഓക്കെ, അപ്പോൾ അവർക്കൊരു അട്രാക്ഷൻ ഉണ്ട് എന്ന് ഞാൻ കാണുന്നു. പക്ഷേ അവർ വരട്ടെ. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ കഴിഞ്ഞു പോയ സംഭവം, നിങ്ങളെ വേദനിപ്പിച്ച ആ സംഭവം ശരിക്കും സംഭവിച്ചത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഓക്കെ, അതിന് ചിലപ്പോൾ നിങ്ങൾ കാണാത്ത ഒരു വശം ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്നൊക്കെ മനസ്സിലാക്കിച്ച് തരാനാണ് ഈ വ്യക്തി വരുന്നത്. അപ്പോൾ അവർ വരട്ടെ. ഓക്കെ, നിങ്ങളുടെ വാക്കിന് ക്ഷമയുണ്ടായിരിക്കണം. എടുത്ത് ചാടി നിങ്ങൾ അവരെ എന്താ പറയുക, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരെ നിങ്ങൾ എടുത്ത് ചാടി റിജക്റ്റ് ചെയ്യരുത്. അവർ സംസാരിക്കട്ടെ, അവർ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറയട്ടെ. ഓക്കെ, ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ആസ്പെക്റ്റ് അല്ല കേട്ടോ ഞാനിവിടെ കാണുന്നത്. ഈ വ്യക്തി ഇപ്പം എന്തായാലും അവർ അട്രാക്റ്റഡ് ആണ്, ഓഫ് കോഴ്സ് നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു കണക്ഷനാണ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കണക്ഷനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. ചിലവർക്ക് ഇത് നിങ്ങളുടെ പാസ്റ്റ് ലവർ തന്നെയായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കല്യാണം വരെയൊക്കെ എത്തി നിന്ന സമയത്താണ് നിങ്ങൾ ചിലപ്പോൾ പിരിഞ്ഞിട്ടുണ്ടാവുക. തെറ്റിദ്ധാരണകളുണ്ടായി, നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായി. പക്ഷെ അതിൻ്റെ മുഴുവൻ സത്യാവസ്ഥ നിങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഇവർ വരുന്നത് ആ സത്യാവസ്ഥ മുഴുവൻ അറിയിക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനമാണ് ഇവരെ ഇനി സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത്. അത് നിങ്ങളുടെ തീരുമാനമാണ്. ചതിച്ചും വഞ്ചിച്ചും പോയ ആൾക്കാരെ കാര്യമല്ല കേട്ടോ എന്നോട് പറയണേ, അല്ലാതെയുള്ള സിറ്റുവേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്കറിയാവുന്ന ആ ഒരു സന്ദർഭത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ വേറൊരു കാര്യങ്ങളാണ് ഈ വ്യക്തി മുഖേന നിങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല ക്ഷമയോടെ നിങ്ങളൊരു തരത്തിൽ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആ കഴിഞ്ഞു പോയ സംഭവം, അതിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്, അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി നിങ്ങൾക്കറിയില്ല.
അവിടെ എന്താണ് സംഭവിച്ചത് മുഴുവൻ അറിയില്ല, നിങ്ങൾക്കും അറിയാം. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് പറയാനാണ് അവർ വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ എന്ത് ചെയ്യാം, അത് ആക്സെപ്റ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഫോർ എവർ പാർട്ട്ണർ ആവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, clarify the death. ഓക്കെ, പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തുകൊണ്ട് ഇതൊരു പുതിയ തുടക്കം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ലോങ് ടേം കമ്മിറ്റഡ് കണക്ഷൻ ആയിരിക്കും. നമുക്ക് ലവേഴ്സാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി കിട്ടുന്നുണ്ട്, സോൾമേറ്റ് എനർജി സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അവരിപ്പോൾ എന്തായാലും വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരും ആ ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് നടക്കട്ടെ. എന്നിട്ട് നിങ്ങളത് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, നിങ്ങളുടെ തീരുമാനമാണ്. അത് ഞാൻ വീണ്ടും പറയുന്നു. പക്ഷേ ഇവിടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി നമ്മളത് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി ഇവിടെ കണ്ടു എന്നതുകൊണ്ട് മാത്രം ആ വ്യക്തിയെ സ്വീകരിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾ എങ്ങനെയാണോ കംഫർട്ടബിൾ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ സമയം തെറ്റിദ്ധാരണ വന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് ഉണ്ടായ കാരണങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ തിരുത്തി വേണം മുന്നോട്ട് പോകാൻ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കുക. ഓക്കെ, അതനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇതൊരു ശുഭ പര്യവസായി അല്ലേ, എന്താ പറയുക, ഒരു ഹാപ്പി എൻഡിങ്. ഓക്കെ, അതാണ് കാണുന്നത്. അപ്പോൾ മാക്സിമം മലയാളം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവേത് അവരായിട്ട് വഴക്കൂടാതിരിക്കുക. അതിനുള്ള സാധ്യത ഞാൻ വളരെയധികം കാണുന്നുണ്ട്. റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അവർ പറയട്ടെ, അവർക്ക് പറയാനുള്ള ഭാഗങ്ങൾ പറയട്ടെ. ഒരു പുതിയ തുടക്കത്തിനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു വീണ്ടും, ചതിച്ചു വഞ്ചിച്ചു പോയൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഓക്കെ, അപ്പോൾ അവർ പറയട്ടെ, അവർ കൃത്യമായി പറയട്ടെ എന്താണ് ഉണ്ടായത്, ഏതാണ് ഉണ്ടായത്. അത് നിങ്ങൾക്ക് കൺവിൻസിങ് ആണോ എന്നുള്ളത് നിങ്ങൾ ആയി നോക്കുക. നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക. അവരെല്ലാം നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാൻ അവർ തയ്യാറാണ്. ഓക്കെ, നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസും തീർക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു സത്യാവസ്ഥ അറിയാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. അതാണ് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ന്യായമായ കാര്യം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ വരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നടക്കട്ടെ, അവർ സംസാരിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ്, സ്ട്രോങ് ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ അനുവദിച്ചില്ലെങ്കിലും ഈ വ്യക്തി ശരി, നിങ്ങളും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവാം. നിങ്ങൾ ഈ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചില്ലെങ്കിലും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരു അകൽച്ചയൊക്കെ വരാം. പക്ഷേ നിങ്ങൾ വീണ്ടും ഒന്നു ചേരും, കാരണം നിങ്ങൾ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മെച്ചുവറായിട്ട് ഈ ഒരു കാര്യം ഡീൽ ചെയ്യുക. ഇമോഷൻസിൻ്റെ പുറത്ത് മാത്രം തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ സഹായം നിങ്ങൾ തേടണം. നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ആസ് എ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് ഒരുപാട് വളർച്ച അത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് എൻലൈറ്റഡ് ആണ്. അതിൻ്റെ ബേസിൽ വേണം ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്, നിങ്ങളുടെ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 2-ന് എന്ത് ഗൈഡൻസാണ് യൂണിവേഴ്സ് നൽകാനുള്ളത്? അവരുടെ ലവ് ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഡിസംബർ മാസത്തിലേക്ക് എന്തൊക്കെ ഗൈഡൻസാണ് അവർക്ക് നൽകാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഒരു അവസാനം ഇടുക. ഓക്കെ, അത് കഴിഞ്ഞു പോയില്ലേ, അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നുകൊണ്ട് അതിന് ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. പകരം നിങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ആ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റ് നിങ്ങളുടെ തന്നെ കമ്പനിയിൽ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു സ്കിൻ കെയർ റുട്ടീനും ഹെയർ കെയർ റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ തോന്നുകയാണ്, അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ പെട്ടെന്ന് അങ്ങനെ തോന്നുകയാണ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. ഓക്കെ, അതൊക്കെ ഈ ഒരു പറഞ്ഞ പോലെ സെൽഫ് കെയർ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ ഒരു എംപ്രസ് ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഡിവൈൻ ഫെമിനിൻ എന്ന് പറഞ്ഞാൽ വളരെ മെച്യൂർഡാണ്, വളരെ നേർച്ചറിങ്ങും വളരെ കെയറിങ്ങും വളരെ എന്താ പറയണ്ടേ ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ആ സ്നേഹം നിങ്ങൾ സ്വയം കൊടുക്കണം,
മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള അർഹതപ്പെട്ടവർക്ക് അത് നിങ്ങൾ നൽകണം. അപ്പോൾ ആ ഒരു എംപ്രസ് എനർജിയിലേക്ക് നിങ്ങൾ മാറാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും പോകേണ്ടതില്ല. നിങ്ങളതിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടേതായ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസ് എടുക്കുക, പക്ഷെ നിങ്ങൾ അതിനെ ചേസ് ചെയ്യാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇനി വന്നിട്ടുള്ള കാർഡുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഏസ് ഓഫ് സോർട്സ് ആണ് കിട്ടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെയാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഒരു ബ്രേക്ക് ത്രൂ, ഒരു ചേഞ്ച് ഓഫ് കോഴ്സ്. ഓക്കെ, നിങ്ങളൊരു പുതിയ പാതയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അത് മറ്റാരുമായിട്ടല്ല, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടാണ്. ഇവിടെ എംപ്രസ് ആണ്, ഇവിടെ എംപററാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നിങ്ങൾ കാത്തിരുന്ന, നിങ്ങൾ അല്ലെങ്കിൽ തേടി നടന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അത് ഇപ്പോൾ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നു അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ നിങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ യൂണിയൻ ഇനിയും താമസിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, വളരെ മെച്ചോർഡായിട്ട്, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, വളരെ ക്ഷമയോടുകൂടെ വേണം ഈ നിങ്ങളുടെ ലവ് ലൈഫിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക ഡീൽ ചെയ്യാനായിട്ട്. കഴിഞ്ഞു പോയതിനെ വെച്ചുകൊണ്ടല്ല, നിങ്ങളുടെ പാസ്റ്റിനെ വെച്ചുകൊണ്ടല്ല നിങ്ങളുടെ പ്രസൻറ്റിനെ വിലയിരുത്തേണ്ടത് എന്ന് എടുത്തു പറയുന്നു. ഓക്കെ, 5 of Cups. നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ പരിചയപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ഈ ഒരു മാസം. അതുകൂടാതെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ ഡിവൈൻ ടീം ആരാണോ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതൊരു ഡിവൈൻ യൂണിയനാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു വളരെയധികം പോസിറ്റീവായിട്ട്, വളരെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ വേണം നിങ്ങൾ ഈ ഒരു ലവ് ലൈഫിലെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് അറിയാം ഈ വ്യക്തി അങ്ങനെ വെറുതെ വന്ന് പോകാനുള്ള ഒരാളല്ല. ഓക്കെ, ആ ആൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന ബോധം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അറിവ് നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളതിനെ സ്വീകരിക്കാൻ തയ്യാറാവാത്തടത്താണ് പ്രശ്നങ്ങൾ വരിക. ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളിപ്പോൾ ഈ വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, ഇതൊരു യൂണിയനിലേക്ക് എത്തും. അല്ല, നിങ്ങൾ അവർക്ക് ഒരു അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഈ യൂണിയൻ പിന്നെയും നീണ്ടുപോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവില്ല. ഓക്കെ, ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, നിങ്ങളെ മുന്നേ ചതിച്ചതോ വഞ്ചിച്ചതോ ആയിട്ടുള്ള ആളെക്കുറിച്ചിട്ടല്ല ഞാൻ പറയണേ. ഓക്കെ, കൃത്യമായ നിങ്ങൾ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെ വഞ്ചിച്ച ആളാണ്, നിങ്ങളെ പറ്റിച്ച ഒരാളാണെന്ന് വെച്ചാൽ അവരെക്കുറിച്ചല്ല പറയണേ. അവർ തിരിച്ചു വന്നാൽ സ്വീകരിക്കാനും പാടില്ല. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ പാസ്റ്റിലൊരു റിലേഷൻഷിപ്പൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഒരു ലവ് റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നില്ല, പ്രണയം ഉണ്ടായതായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേദന നിറഞ്ഞൊരു സംഭവം ഉണ്ടായപ്പോൾ ഈ വ്യക്തി അതിലുണ്ടായിരുന്നു, അവിടെ ഇൻവോൾവ് ആയിരുന്നു. ഓക്കെ, അവർക്ക് സത്യാവസ്ഥ മുഴുവൻ അറിയാം, പക്ഷെ അവർ ആ സത്യാവസ്ഥ അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അതിന് പല കാര്യങ്ങളുണ്ടായിരിക്കാം. അവരതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ പിന്നെ നിങ്ങളായിട്ടുള്ള കോൺടാക്റ്റ് അവസാനിപ്പിച്ചത്. കാരണം അവരുടെ ഉള്ളിലെ കുറ്റബോധമായിരിക്കാം അവരത് അവസാനിപ്പിച്ചത്. പക്ഷെ അവർക്ക് ഇപ്പോൾ തോന്നുകയാണ് നിങ്ങളോട് ചെയ്യാവുന്ന ഒരു നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാവുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത് നിങ്ങളോട് ആ സംഭവിച്ച കാര്യത്തിൻ്റെ സത്യാവസ്ഥ മുഴുവൻ അറിയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയിക്കാനായിട്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നത്. അവർ നിങ്ങളെ കാര്യമായി നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ, അങ്ങനെ അവർ ഒരു സ്റ്റോക്കിംഗ് എനർജി അല്ല, നിങ്ങളുടെ ജീവിതം പുരോഗമിക്കുന്നുണ്ടോ എന്ന് അവർക്ക് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സന്തോഷം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണം, നിങ്ങൾ ഉയരണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ സത്യം അറിയാനുള്ള അർഹതയുണ്ട്, അത് പറയണം എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ അല്ലെങ്കിൽ തീരുമാനത്തോടെ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ മെച്യൂർലി വേണം ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. അവർ വന്ന് പറയട്ടെ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയട്ടെ, എന്നിട്ട് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. ഓക്കെ, പക്ഷേ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം, ഈ വ്യക്തി നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അതും ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പക്ഷേ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഗ്രൂപ്പ് 2ൻ്റെ ലവ് ലൈഫ് റിലേറ്റഡ് മെസ്സേജാണ് അത് റിസീവ് ചെയ്തത്, ഡിസംബർ 2024
അതിനുമായി കണക്ട് ചെയ്തിട്ടുള്ള മാക്സിമം ക്ലൂസ്. ഓക്കെ, ഒരുപാട് ക്ലൂസ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഒരുപാട് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സൈൻസ് കിട്ടിയിട്ടുണ്ട്, ലിബ്ര, കാപ്രിക്കോൺ. അപ്പോൾ നിങ്ങളുടെ സൺ മൂൺ റൈസിങ് സൈൻ ലിബ്ര അല്ലെങ്കിൽ കാപ്രിക്കോൺ ആയിരിക്കാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള 2 ഇനീഷ്യൽസ് എന്ന് പറഞ്ഞാൽ I, J, M, V, F, Z അല്ലെങ്കിൽ Z, R. നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, നിങ്ങളുടെ ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നിങ്ങളുടെ മിഡിൽ നെയിം ഇനീഷ്യൽ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. അതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ പറയുന്ന ലെറ്റേഴ്സ് ഏതെങ്കിലും ഒന്ന് ഉണ്ടാകാനുള്ള സാധ്യത, ഒന്നോ അല്ലെങ്കിൽ അധികമോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് 3 ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്, ഞായറാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ആഴ്ചയിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഡിസംബർ മാസത്തിൽ ഈ ആഴ്ചകൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. ഇനി നിങ്ങളുടെ 3 ജനനമാസം കിട്ടിയിട്ടുണ്ട്, ജാനുവരി, മാർച്ച്, ഓഗസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറേ ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2024 ഡിസംബറിൽ ഈ ഡേറ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ നിങ്ങളുടെ ജനന തീയതിയും ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. 3, 5, 23, 12, 19, 24, 29. ഓക്കെ, ഇത്രയും ഡേറ്റ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഈ ഡേറ്റൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലൂസ് എത്രത്തോളം റെസനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. ഡേറ്റുകളും ആഴ്ചകളും നിങ്ങൾ മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, നിങ്ങളുടെ കരിയർ, ലവ് ലൈഫ് എങ്ങനെയായിരിക്കും ഡിസംബർ മാസത്തിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. 2 ഇമെയിൽ ഐ ഡിയും വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് അതെടുക്കാവുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി നിങ്ങൾക്കത് കിട്ടും. ഇനി നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, കൂടുതൽ റീഡിങ്സ്, ടാരോ റീഡിങ്സ് എന്നിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും പബ്ലിഷ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഡിസംബർ മാസം ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നടക്കുന്ന ഒരു ഡിസംബർ മാസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ നന്മകളും നേരുന്നു. നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയർ. ഓക്കെ, ഈ 2024 ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് നോക്കാം. ഗ്രൂപ്പ് 3യുടെ കരിയറിൽ ഈ 2024 ഡിസംബർ മാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം എന്നൊക്കെ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ മാറ്റങ്ങൾ, അവസരങ്ങൾ ഒക്കെ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കാണുന്നു. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, കരിയറിൽ വരുന്നത്. ക്ലാരിഫൈ ദ 4 ഓഫ് കപ്സ്. നിങ്ങൾ എന്താ പറയുക, വെയിറ്റ് ചെയ്യുന്ന, നിങ്ങൾ അത്രയും വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഈ ഒരു പ്രത്യേക അവസരം ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളതിന് ആയിട്ട് കാത്തിരിക്കുകയാണ്, വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ആ ഒരു അവസരമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല അത് നിങ്ങളെ തേടി എത്തുന്നത്. ഓക്കെ, നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതാണ് എന്നാണ് ഞാൻ കേൾക്കണേ. അപ്പോൾ നിങ്ങളത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ ലഭിക്കില്ല എന്നുള്ളൊരു നിരാശ നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട്, പക്ഷേ അതല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെ നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ അതിൻ്റെ ഒരു വേദനയിലായിരിക്കാം നിങ്ങൾ. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു മാറ്റമുണ്ട്. ആ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. വളരെ പെട്ടെന്നാണ് ഈ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും അതിലൂടെ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതും. അത്രയും സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുക.
ചിലപ്പോൾ നിങ്ങളൊരു യാത്ര ചെയ്യാനും വേറൊരു രാജ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു സാധ്യത കാണുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്. ഓക്കെ, നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസരം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനവും നൽകുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ബാലൻസ് നൽകുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കരിയറിൽ അങ്ങനത്തെ ഒരു മാറ്റമാണ് വരുന്നത്. ഈ ഒരു നിങ്ങൾ ആഘോഷിക്കേണ്ടതാണെന്ന് പറയണേ. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങളെ തേടി വരുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളോട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു അവസരമാണ് വരുന്നത്. അത് വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ആഘോഷിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമിച്ച് ഈശ്വരനും നിങ്ങളും കൂടി ചേർന്നാണ് ഈ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ആഘോഷിക്കേണ്ടതാണെന്ന് പറയണേ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു തുടക്കം നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് വരുന്നത്. ഈ ഒരു ആഗ്രഹം നിങ്ങൾ ആരോടും ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമാണ്. അത് നിങ്ങളിങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല ആരോടും. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നു, നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടാണ് കാണുന്നു. പക്ഷേ നിങ്ങളത് മനസ്സിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, നിങ്ങൾ ആരോടും അത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരും. പിന്നെ മാത്രമല്ല, നിങ്ങൾ കൂടുതൽ കരിയറിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവാനും കൂടുതലൊരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ, ഒരു ലീഡർ എന്ന നിലയിലേക്ക് വളരാനും ഈ ഒരു അവസരം നിങ്ങളെ സഹായിക്കും. നിങ്ങളിപ്പോൾ ഉള്ളതിൽ നിന്ന് ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ബോസ് എനർജിയിലേക്ക് നിങ്ങളെത്തും. ഓക്കെ, ഈ ഒരു അവസരത്തിലൂടെ അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു അവസരമാണ് നിങ്ങളെ തേടി വരുന്നത്, അല്ലെങ്കിൽ ഒരു മാറ്റമാണ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതം തന്നെ മറിയുന്ന, വളരെ പോസിറ്റീവായിട്ട് മറിയുന്ന ഒരു മാറ്റമാണത്. അൺപ്രഡിക്റ്റബിൾ എന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഈ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ, പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ അല്ല, പക്ഷെ ഒരു ഓവർനൈറ്റ് ഷിഫ്റ്റ് പോലെയാണ് സംഭവിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു മാറ്റം സംഭവിക്കുന്നതോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യും. ഓക്കെ, നിങ്ങളതുപോലെ തന്നെ നിങ്ങളുടെ ഈ കരിയറിൽ ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു വേദനയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, നഷ്ടം അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം പകരം ഈശ്വരൻ നടപ്പാക്കുന്ന ഒരു നീതി ആണ് ഈ ഒരു അവസരം, നിങ്ങളെ തേടി വരുന്ന ഈ ഒരു അവസരം അല്ലെങ്കിൽ മാറ്റം. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു അവസരത്തിലൂടെ നിങ്ങളെ തേടിയെത്തുന്ന വിജയം, നിങ്ങളെ തേടിയെത്തുന്ന ഒരു എന്താ പറയണ്ടേ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന, നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവുന്ന വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഓക്കെ, നിങ്ങളൊരു ലീഡർ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ഒരു ബോസ് എന്ന നിലയിലേക്കാണ് നിങ്ങൾ ഉയർന്നു പോകാൻ പോകുന്നത് ഈ ഒരു അവസരത്തിലൂടെ. നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന മാറ്റമാണ്. ഈ ഒരു മാറ്റത്തിലൂടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ പുരോഗതിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പുരോഗതിയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ കാത്തിരുന്നതാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാൻ ഈ ഒരു അവസരം സഹായിക്കും എന്നും കൂടെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോബിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയണ്ടേ, എന്തു മാറ്റമാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വലിയ ആഗ്രഹം എന്താണോ അതാണ് സംഭവിക്കാൻ പോണേ. ഓക്കെ, അത് വരുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി, എല്ലാവരെയും അറിയിക്കണം എന്ന് ഇല്ല. ഇനി നമുക്ക് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു കരിയറിൽ ഗ്രൂപ്പ് 3 അനുഭവിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്, നല്ല മാറ്റങ്ങൾ ഡിസംബറിൽ. അവർക്ക് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാം, അതിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ എന്താണോ ആഗ്രഹം അതിൽ തന്നെയായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, നിങ്ങളതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കാൻ പോവുകയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, അല്ലാണ്ട് നിങ്ങളുടെ ആൻസൈറ്റീനെ അല്ല. ഓക്കെ,
ഇതൊരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുന്നതാണ് ഈ ഒരു അവസരം. നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് പേരും പ്രശസ്തിയും ഒക്കെ ഈ ഒരു അവസരത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം സംഭവിക്കുമ്പോഴും നിങ്ങൾ എന്ത് വേണം? സറണ്ടറായിട്ട് മുന്നോട്ട് പോവുക. അതിലൊന്നും എന്താ പറയുക, അമിതമായിട്ട് ആഹ്ലാദിക്കാനോ അല്ലെങ്കിൽ അമിതമായിട്ട് അതിൽ മുഴുകി പോകാതിരിക്കുക. ഓക്കെ, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വേണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിനെ ഏൽപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ എനർജിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്. നിങ്ങൾ ഈശ്വരനെ വിശ്വസിച്ച് വേണം ഈ ഒരു അവസരം വരുമ്പോൾ ആ അവസരം സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട്. അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സറണ്ടർ ചെയ്യുന്നു, യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾ ഒരുപാട് സമൃദ്ധിയും ഒരുപാട് സന്തോഷവും ഒരുപാട് വിജയങ്ങളും നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു പുതിയ തുടക്കമാണ്. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, പടവെട്ടി നിങ്ങൾ നേടിയെടുക്കുന്നതാണ്. അത്രയും നിങ്ങൾ ഒരുപാട് ചാലഞ്ചസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊന്നും നിങ്ങൾ എന്താ പറയുക വിട്ടുകളയാണ്ട്, ആ ലക്ഷ്യത്തിന് വിട്ടുകളയാണ്ട് നിങ്ങൾ പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക, അത് ആഘോഷിക്കുക. വീണ്ടും പറയുന്നു, അത് നിങ്ങൾ ആഘോഷിക്കണം. നിങ്ങളുടെ കുടുംബവുമായിട്ട് ഒത്തിട്ട് നിങ്ങളത് ആഘോഷിക്കണം. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും ഈ ഒരു ഓഫർ വരിക. അപ്പോൾ അത് അവർ ആ ഓഫർ കൊണ്ടുവരുമ്പോൾ അത് കൺസിഡർ ചെയ്യണം, മസ്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഓവർ തിങ്ക് ചെയ്യുന്നതനുസരിച്ച് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓക്കെ, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ സ്റ്റക്ക് ആവാതിരിക്കുക. അത് കഴിഞ്ഞു പോയി അല്ലേ, അപ്പോൾ അതിൽ സ്റ്റക്ക് ആവാതിരിക്കുക. അത് കഴിഞ്ഞു പോയ കാര്യമാണ്. പകരം ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുന്നോട്ട് ഫ്യൂച്ചറും പ്രസൻറ്റിലും ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്ന ഒരു എന്താ പറയുക ഒരു സമയമാണ് ഡിസംബർ മാസം. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന, നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സുഖം തരുന്ന നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നതാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. അതായത് നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു മാസമാണ് കിട്ടിയിരിക്കുന്നത്, ജാനുവരി മാസം. ജാനുവരി മാസത്തിലായിരിക്കാം നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ജനനമാസം ജാനുവരി ആയിരിക്കാം. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ ഈ മാറ്റത്തിൻ്റെ ഒരു എന്താ പറയേണ്ട തുടർച്ച ജാനുവരി 2025 നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന് ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് 3 ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, 5, 9, 15. ഈ ഡേറ്റുകൾ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കരിയറുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഡേറ്റുകളാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ 3 ആഴ്ചകളുണ്ട്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഈ 3 ദിവസങ്ങളും നിങ്ങളുടെ കരിയറുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. ഓക്കെ, വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പിന്നെ നമുക്കൊരു ഇനീഷ്യലി കിട്ടിയിട്ടുണ്ട് N, പിന്നെ ഒരു സോഡിയാക് സൈൻ കാപ്രിക്കോൺ. നിങ്ങൾക്ക് കാപ്രിക്കോൺ സൺ മൂൺ റൈസിംഗ് പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ഇനീഷ്യൽ N ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ N എന്നുള്ള ഒരു ആൽഫബറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 ആഴ്ചകളും ഈ 3 ഡേറ്റുകളും നിങ്ങൾ ഡിസംബർ മാസത്തിലാണ് കണക്കാക്കേണ്ടത്. നിങ്ങളുടെ ജനന തീയതി ഇതിലുണ്ടാവാം, നിങ്ങൾ ജനിച്ച ആഴ്ച ഇതിലുണ്ടാവാം. ഓക്കെ, അത് എക്സ്ട്രാ കൺഫർമേഷനാണ്. പക്ഷേ ഈ ഡേറ്റും ഈ ആഴ്ചകളും നിങ്ങളുടെ എന്താ പറയേണ്ടത് ഈ ഒരു കരിയറിൽ പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞ മാറ്റങ്ങളുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ഫോക്കസ് ചെയ്യാമെന്ന് നടക്കുന്ന കാര്യങ്ങൾ, അത് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, ആരൊക്കെ മീറ്റ് ചെയ്യുന്നു, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂസുകൾ, അതെല്ലാം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിങ്. ഇനി നമുക്ക് നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ എന്താ പറയേണ്ടത് പ്രണയ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ 2024 ഡിസംബർ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഗ്രൂപ്പ് 3യുടെ പ്രണയ ജീവിതത്തിലെ എന്തൊക്കെ മാറ്റങ്ങൾ അവർക്ക് ഈ ഒരു മാസം 2024 ഡിസംബർ മാസം അവർക്ക് പ്രതീക്ഷിക്കാം.
Clarify the 7 of Wands. നിങ്ങളുടെ ഡിവൈൻ ലവിന്, അതായത് നിങ്ങളുടെ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കളക്റ്റീവിൽ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചാലഞ്ചസും എന്തൊക്കെ ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താ പറയുക, അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരികയാണ് ചെയ്യുക ഈ മാസം. മാത്രമല്ല നിങ്ങൾക്കൊരു കൂടുതൽ സന്തോഷവും സമാധാനം നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ അവിടെയാണ് ഞാൻ പറയുന്നത് കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായെന്ന് വിചാരിക്കും, എന്തെങ്കിലും ഒരു കാര്യം, ഒരു രഹസ്യമോ അല്ലെന്തെങ്കിലും ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് മറഞ്ഞിരിക്കുകയാണ് എന്നൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നെഗറ്റീവ് എനർജി ആണെങ്കിലും ആ നെഗറ്റീവ് എനർജിയിൽ നിന്നെല്ലാം പുറത്തേക്ക് വരുന്ന ഒരു മാസമാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പാർട്ട്ണർ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തോ രഹസ്യമുണ്ട് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരുന്നൊരു കാലമാണ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ അവർ തന്നെയായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം. അപ്പോൾ മൊത്തത്തിലൊരു എന്താ പറയുക, വളരെ ഹാർമോണിയസ് ആയിട്ടുള്ളൊരു സമയം, വളരെയധികം ഒരു സന്തോഷവും സമാധാനം തരുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഡിസപ്പോയിൻമെൻറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കുന്ന ഒരു മാസമാണ് ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിന് ആയിട്ട് നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെയാണ് നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം ആ ചാലഞ്ചസൊക്കെ, എന്തൊക്കെ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ സക്സസ്ഫുള്ളി ഓവർകം ചെയ്ത് നിങ്ങളുടെ ഉള്ളിലത്തെ ആ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡ് സെറ്റ് അതിനെല്ലാം എന്താ പറയുക റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വളരെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിൽ നിന്നെല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് നിങ്ങളൊരു കംപ്ലീറ്റ്ലി റെഡി ആവുന്നൊരു സമയമാണ്. കണ്ടോ, നമുക്ക് 2 of Wands ആണ് കിട്ടിയത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയതാണ്. അതെൻ്റെ എന്താ പറയുക ഭാവിയെ നിർവചിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരൊറ്റ ദൃഢനിശ്ചയത്തോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നതോട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു പുതിയ വ്യക്തി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഞാൻ കല്യാണം കഴിയാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തവരുടെ കാര്യവും, ബ്രേക്കപ്പ് ആയിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ കാര്യവും, സിംഗിളായിട്ടിരിക്കുന്നവരുടെ കാര്യവും, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ആ 2 കാറ്റഗറീനെ കുറിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞത്, പുതിയ പ്രണയത്തിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ചാലഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത് ഒരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കൂടുതൽ ഒരു അടുപ്പം വരാനും ഒക്കെ ഉള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസം. 2 of Cups ആണ് കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നിങ്ങൾ സിംഗിളാണെങ്കിൽ, അതിപ്പോൾ ബ്രേക്കപ്പ് കഴിഞ്ഞവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ സിംഗിളാണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ചിലപ്പോൾ ഫ്രണ്ട്സ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ആദ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് ഇതൊരു പ്രണയബന്ധത്തിലേക്ക് മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഓൾറെഡി ഉള്ളൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ മീറ്റ് ചെയ്യുന്നത് ഡിസംബർ മാസത്തിൽ മീറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഒരു റൈറ്റ് അവേ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ട് നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പിലാവുകയും പിന്നെ അവിടെ നിന്ന് അത് റൊമാൻസിലേക്ക് മാറുകയും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇതൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എനർജിയാണ്. നിങ്ങൾക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ ഈ വ്യക്തിയോട് ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. Clarify the 5 of Wands. ഓക്കെ, ഒരുപാട് സ്യൂട്ടേഴ്സ് ഒന്നില്ലെങ്കിൽ ഈ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് ഒരുപാട് ആളുകൾ അവരെ പിന്നാലെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പേര് അവരെ ഇതുപോലെ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. അപ്പോൾ വളരെ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഒരു എനർജിയുടെ മാറ്റം കൊണ്ട് ഒരുപാട് പേര് നിങ്ങളെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് അവർ കാണുന്നുണ്ടാവാം. ഫ്രണ്ട്സായിട്ടാണ് നിങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊരു കോമ്പറ്റീഷനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ വേറെ ആര് വന്നാലും
ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ തമ്മിലാണ് അവിടെ ഒരു കണക്ഷനെ കാണുന്നത്. ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കണക്ഷനാണ്. ഓക്കെ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന, നിങ്ങളെ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പും ആയിരിക്കും. ഒരുപാട് നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഒരു ബാലൻസ്, ഒരു ഹാർമോണിയസ് എനർജി തരുന്നതാണ്. നിങ്ങളുടെയാണ് ചോയ്സ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്ലാരിഫൈ ദ 2 of Pentacles പ്ലീസ്. അതെ, നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ നടക്കുക. അപ്പോൾ നൈറ്റ് ഓഫ് സോർട്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പൊയ്ക്കോളൂ. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളൂ എന്നാണ് എന്താ പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത്. ക്ലാരിഫൈ ദ ഹെർമിറ്റ്. ക്ലാരിഫൈ ദ ഹെർമിറ്റ്. ഓക്കെ, ഒരു എന്താ പറയേണ്ടത്, എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഒരു 3 of Cups. ഓക്കെ, എനിക്കിവിടെ ഒരു തേർഡ് പാർട്ടി എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ അങ്ങനത്തെ ഒരു കൺഫർമേഷനും വരുന്നില്ല. തേർഡ് പാർട്ടി എനർജീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിനെ ഫോക്കസ് ചെയ്യണം അവിടെ. ഓക്കെ, അപ്പോൾ ചിലരുടെ ഈ ഒരു കണക്ഷനിൽ മൂന്നാമതൊരാളോ അല്ലെങ്കിൽ മൂന്നാമതൊരു എനർജിയോ ഇൻവോൾവ് ആവാനും സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിനെ നിങ്ങളൊന്ന് പ്രത്യേകം കരുതിയിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ വേറെ സ്യൂട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിലേക്ക് വരാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇന്നർ ഗൈഡൻസിനെ നിങ്ങൾ ഫോളോ ചെയ്യണം, അതിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ചില വ്യക്തികൾ നിങ്ങൾക്ക് ഓൾറെഡി ഗൈഡൻസ് കിട്ടും, അവരെ സൂക്ഷിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തണം. അത് വേണം, അത് അത്യാവശ്യമാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ആ തേർഡ് പാർട്ടി എനർജീസിന് എന്താ പറയുക കടന്നു വരാതെ, നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. ഓക്കെ, സ്ട്രോങ് ബൗണ്ടറി മസ്റ്റായിട്ട് വേണം. ഈ എസ്പെഷ്യലി തേർഡ് പാർട്ടി എനർജീസുമായിട്ട് സ്ട്രോങ് ബൗണ്ടറീസ് വേണം. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഡിവൈൻ പ്ലാനിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതതിനെ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഡെസ്റ്റിനിയുടെ ഭാഗമാണ്. അപ്പോൾ അത് സ്വീകരിക്കുക, ഈ ഒരു വ്യക്തിയെ സ്വീകരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു കണക്ഷൻ ആയിരിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്യൂട്ടിഫുള്ളി കോംപ്ലിമെൻ്റ് ചെയ്യുന്ന കമ്പാറ്റബിൾ ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കണക്ഷൻ എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അവസരം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ധൃതി വെച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് വേണ്ടത്. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ധൃതി വെച്ച് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാതിരിക്കുക. വളരെ സ്ലോലി എന്താ പറയുക വേണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ. നല്ല ക്ഷമ വേണം. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്യൂട്ടേഴ്സിൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവർ കയറി വരാൻ അല്ലെങ്കിൽ അത് എന്താ അവരുടേതാക്കാൻ അങ്ങനെയൊക്കെ ഒരു സാധ്യത ഞാൻ കാണുന്നു. വേറെ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ ഈ വ്യക്തിയെക്കുറിച്ചോ? ഓക്കെ, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അനാവശ്യമായ ചിന്തകളൊന്നും ഇല്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ഈ ഒരു ബന്ധമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. ഈ തേർഡ് പാർട്ടി എനർജീസൊക്കെ നിങ്ങളെ ഒന്ന് ഫോക്കസ്, നിങ്ങളുടെ ഒരു ചെറിയ ശ്രദ്ധ വേണം എന്നേ ഉള്ളൂ. അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർക്ക് എന്തായാലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇല്ലാതാക്കാനൊന്നും ശ്രമിക്കാൻ ഒന്നും പറ്റില്ല. ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് തന്നെയാണ്. നമുക്ക് എംബ്രസ് കാർഡാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫെമിനിൻ എനർജി ആവാനാണ് സാധ്യത. ഈ വ്യക്തി വളരെ കെയറിങ്ങും വളരെ നേർച്ചറിങ്ങുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അത്രയും സ്നേഹവും ഉണ്ടാവും, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കും. അവർക്കൊരു എർത്ത് എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, അവർ സൺ മൂൺ റൈസിങ്ങിൽ. തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല. പക്ഷേ വ്യക്തികളുടെ സാധ്യതയാണ് ഇവിടെ ഞാൻ കൂടുതൽ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ സ്യൂട്ടേഴ്സ് കൂടുതലായിരിക്കും.
പക്ഷേ അതല്ല, വേറെ എന്ത് കാര്യം വേണമെങ്കിലും ആവാം, വേറെ പ്രയോറിറ്റീസ് എന്തെങ്കിലും ആവാം. പക്ഷേ നിങ്ങളതൊന്ന് ഫോക്കസ് ചെയ്യണം. അതായത് അതുകൊണ്ടാണ് പറയുന്നത് വളരെ പതുക്കെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പതുക്കെ അതൊരു റൊമാൻസിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് സമയമെടുക്കാം, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. കാരണം ഇത് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കുറേ സമയമെടുത്താൽ ഈ വ്യക്തി ജീവിതത്തിൽ നിന്ന് പോകുന്നു ഇല്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ കുറച്ച് ക്ഷമയോടെ രണ്ടുപേരും ഒരുമിച്ച് വേണം ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അട്രാക്ഷൻ്റെ പുറത്തോ പാഷൻ്റെ പുറത്തോ ഈ ഒരു ബന്ധത്തിനെ പെട്ടെന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കുക. ഡിവൈൻ യൂണിയനാണ് കണ്ടോ, 4 of Wands. നിങ്ങൾ എന്തായാലും പരസ്പരം കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്. സ്റ്റാർ കാർഡ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഈ വ്യക്തിയും ഈ കണക്ഷനും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണേ. അപ്പോൾ തന്നെ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്നൊരു തോന്നൽ ഉള്ളിൽ വരാമല്ലോ. അപ്പോൾ ആ ഒരു ധൃതി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് എടുത്ത് പറയുന്നത് ധൃതി വെക്കരുത്, നിങ്ങൾ പതുക്കെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സമയമെടുക്കൂ, എൻജോയ് ചെയ്യൂ. ഓരോ ഫേസും വളരെയധികം എൻജോയ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഫേസിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഇടയിൽ ആദ്യം നിങ്ങൾ എൻജോയ് ചെയ്യൂ, അതിൽ നിങ്ങൾ ഒരുപാട് കംഫർട്ടബിൾ ആവും, എന്നിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഗ്രൂപ്പ് 3ക്കുള്ള ഗൈഡൻസ്? നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഫുള്ളി ഫോക്കസ് ചെയ്യേണ്ടതാണ്. വേറെ എന്ത് ഡിസ്ട്രാക്ഷൻ വന്നാലും അതിനൊന്നും നിന്ന് കൊടുക്കാതെ ഈ ഒരു കണക്ഷനിൽ തന്നെ ഫുള്ളി ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയതാണ്. പാസ്റ്റിനെ ഒരിക്കലും പ്രസൻറ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ കൊണ്ടുവരാതിരിക്കുക. അത് കഴിഞ്ഞു പോയതാണ്. ഓക്കെ, അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് നിങ്ങളിൽ തന്നെ വെക്കുക. ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതും ഈ ഒരു ബന്ധം അത് നിങ്ങളെല്ലാവരോടും അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, അത് നിങ്ങളിൽ തന്നെ വെക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ കാണുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയിരിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലായിക്കോട്ടെ, അവർ നിങ്ങളിൽ വളരെ അട്രാക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഡിവൈൻ കൗണ്ടർ പാർട്സ് ആണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി മുന്നോട്ട് വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളായി തന്നെ നിന്നാൽ നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴെങ്കിലും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇടപഴകുമ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളാക്കരുത്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം, എന്നിട്ട് ഇൻറ്റ്യൂഷനെ ആശ്രയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതും നിങ്ങൾ കാത്തിരുന്നതുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ആസ്വദിക്കണം. അപ്പോൾ ആ ഒരു റൊമാൻറ്റിക് എനർജിയിലേക്കൊക്കെ വരാനായിട്ട് നിങ്ങളും ശ്രമിക്കണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അതൊന്നും അത്ര യൂസ് ടു ആയിരിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമായിട്ടുള്ളൊരു ഒരു റൊമാൻറ്റിക് കണക്ഷനൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളായി തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഈ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈശ്വരനോട് നന്ദി പറയാം. ഇത് നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പറായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുള്ള ഒരു കണക്ഷനാണ്. നിങ്ങൾ സോൾ ട്രൈബ് മെമ്പറാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി, ആൻഡ് ഫ്രണ്ട്സിനൊരു എനർജി ഞാൻ കാണുന്നുണ്ട്. ഫ്രണ്ട്സ് വഴിയാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള സാധ്യത. വളരെ സ്ലോലി ഈ കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. 2 കാർഡ് പറയുന്നത് ക്ഷമ, പേഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ കാത്തിരുന്ന ബന്ധമാണ്, അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് ഇനി അങ്ങോട്ട് ധൃതി വെച്ച് പോവല്ല, ആസ്വദിച്ചുകൊണ്ട് ഓരോ ഫേസും വളരെയധികം എൻജോയ് ചെയ്ത് പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലോസ് നോക്കാം. ഗ്രൂപ്പ് 3യുടെ ലവ് ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലോസ്. അവർക്ക് അറിയേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, വീക്ക് ഡേയ്സ്, അതുപോലെ തന്നെ അവരുടെ ബർത്ത്ഡേ മന്ത്സ്, സോഡിയാക് സൈൻസ്, ഇനീഷ്യൽസ്. ഓക്കെ, അപ്പോൾ ഈ ക്ലൂസ് കിട്ടിയതിനെല്ലാം ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ.
ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 2 ലെറ്റേഴ്സ് എസ്സും ഒയുമാണ്. അപ്പോൾ ഈ ഒരു എസ്സും ഒയും നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഇനീഷ്യൽസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ എന്താ പറയേണ്ടത്, ഈ ഒരു എസ് അല്ലെങ്കിൽ ഒ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് പിന്നെ മൺസൂൺ സീസൺ കിട്ടിയിട്ടുണ്ട്, റെയിനി സീസൺ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജനിച്ച മാസം എന്ന് പറയുന്നത് റെയിനി സീസണിലായിരിക്കാം. അല്ലെങ്കിൽ റെയിനി സീസൺ ഈസ് സം വേർ സിഗ്നിഫിക്കൻറ്റ്, നിങ്ങളുടെ ഫേവറേറ്റ് സീസൺ ആയിരിക്കാം. അതും ഞാൻ കാണുന്നു. പിന്നെ 2 മാസം കിട്ടിയിട്ടുള്ളത് ഒക്ടോബർ, ഡിസംബർ. നിങ്ങളുടെ ജനിച്ച മാസം ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. സ്കോർപ്പിയോ പ്ലേസ്മെൻറ്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിങ്ങിൽ ഉണ്ടായിരിക്കാം. ഇനി നമുക്ക് 2 ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വെനസ്ഡേ ആണ്, പിന്നെ ഒന്ന് സാറ്റർഡേ. ഈ 2 ദിവസങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ തീയതികൾ 26, 23, 7, 28, 13, 8. ഓക്കെ, ഈ ദിവസങ്ങൾ ഡിസംബർ മാസത്തിൽ അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ മാറ്റങ്ങൾക്കൊക്കെ നടക്കാൻ ഈ ദിവസങ്ങളാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളും ഈ ആഴ്ചകളും ഒക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾ ഈ റീഡിംഗ് ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ടൈം സ്റ്റാമ്പ്സിന് താഴെയായിട്ട് കിടക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് എന്നിൽ നിന്ന് കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻറ്ററാക്ട് ചെയ്യുന്ന, എൻഗേജ് ചെയ്യുന്ന, ഫീഡ്ബാക്ക് അറിയിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതുപോലെ ഈ റീഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ട് എന്നറിയണേലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഇത്രയും നേരം ഈ റീഡിംഗ് കേട്ടിരുന്നതിനും നിങ്ങളുടെ ഈ റീഡിങ്ങിൽ നിങ്ങളുടെ ഈ പ്രസൻസിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഡിസംബർ മാസം ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ. നല്ലൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.